പ്രൈസ് ദി ലോർഡ്. അതേ പ്രിയ ദൈവമക്കളെ, നമ്മുടെ കർത്താവ് വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനാണ്, വാക്കുമാറാത്ത ദൈവമാണ്. അതെ, ഈ വേദപുസ്തകം നാം വായിക്കുമ്പോൾ നമുക്കൊത്തിരി വാഗ്ദത്തങ്ങളെ കുറിച്ച് വായിക്കുവാനിടയായിത്തീരും. എന്നാൽ ഈ കാലഘട്ടത്തിൽ നമുക്ക് ഏറ്റവും ആവശ്യമായ ഒരു വാഗ്ദത്തമാണ്, നമുക്ക് ഏവർക്കും അവകാശമായി പ്രാപിക്കേണ്ട ഒരു വാഗ്ദത്തമാണ് ഇന്ന് പകൽക്കാലം കർത്താവ് നമുക്ക് ചിന്തയ്ക്ക് ആധാരമായി നൽകിയിരിക്കുന്നത്. അതെ, നാം ദൈവസ്ഥാനത്തിൽ കാത്തിരുന്ന് പ്രാപിച്ച ദൈവത്തിൻ്റെ ആത്മാവും ആ ദൈവത്തിൻ്റെ വചനങ്ങളും ഒരിക്കലും പാഴായി പോകുകയില്ല. അതിൻ്റെ ഫലം നാം അനുഭവിക്കും, നമ്മുടെ തലമുറകൾ അനുഭവിക്കും, നമ്മുടെ തലമുറകളുടെ തലമുറകളും അതനുഭവിക്കും. ആയതിനാൽ ഇനിയും ദൈവസ്ഥാനത്തിൽ നമുക്ക് കാത്തിരിക്കാം, അധികമായ ആത്മശക്തി നമുക്ക് പ്രാപിക്കാം, ദൈവത്തിൽ നിന്ന് വചനങ്ങളും ആലോചനകളും നമുക്ക് പ്രാപിക്കാം. വരും തലമുറയ്ക്ക് നമുക്ക് ഈ നാളുകളിൽ വിത്ത് വിതയ്ക്കാം. ഹല്ലേലൂയ. എന്നെ ശ്രവിക്കുന്ന എല്ലാ പ്രിയ ദൈവമക്കൾക്കും യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിലുള്ള എൻ്റെ സ്നേഹവന്ദനങ്ങൾ. ഈ പ്രഭാതത്തിലും അല്പസമയ ചിന്തയ്ക്ക് ആധാരമായി യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 59-ാം അധ്യായം അതിൻ്റെ 21-ാം വചനം നമുക്ക് വായിക്കാം. ഞാൻ അവരോട് ചെയ്തിരിക്കുന്ന നിയമമോ ഇതാകുന്നു എന്ന് യഹോവ അരുളി ചെയ്യുന്നു. നിന്റെ മേലുള്ള എൻ്റെ ആത്മാവും നിന്റെ വായിൽ ഞാൻ തന്ന എൻ്റെ വചനങ്ങളും നിന്റെ വായിൽ നിന്നും നിന്റെ സന്തതിയുടെ വായിൽ നിന്നും നിന്റെ സന്തതിയുടെ സന്തതിയുടെ വായിൽ നിന്നും ഇന്നു മുതൽ ഒരു നാളും വിട്ടുപോകുകയില്ല എന്ന് യഹോവ അരുളി ചെയ്യുന്നു. പ്രിയ ദൈവമക്കളെ, വചനമില്ലാത്ത, ഉപദേശമില്ലാത്ത, ആത്മാവില്ലാത്ത തലമുറകളായി നമ്മുടെ വരും തലമുറകൾ മാറിക്കൊണ്ടിരിക്കുന്നു. അതെ, ഇത് ദുഷ്കാലമാകയാൽ മാതാപിതാക്കളായ നാം ഓരോരുത്തരും സമയം തക്കത്തിൽ ഉപയോഗിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ ഇനിയും കാത്തിരുന്ന് അധികമായി ആത്മശക്തിയും ദൈവികാലോചനകളും നാം പ്രാപിക്കണം. കാരണം ഇവിടെ കർത്താവ് പറയുന്നു, സന്തതിയുടെ മേലും സന്തതിയുടെ സന്തതിയുടെ മേലും ഈ ദൈവിക അനുഗ്രഹവും ദൈവത്തിൻ്റെ ആത്മാവും ദൈവത്തിൻ്റെ പ്രവൃത്തിയും ഉണർവും വെളിപ്പെടണമെങ്കിൽ ആദ്യം നിൻ്റെ മേലുള്ള എൻ്റെ ആത്മാവ്. അപ്പോൾ നാം ദൈവത്തിൻ്റെ ആത്മാവ്, യഥാർത്ഥ പരിശുദ്ധാത്മാവിനെ നാം പ്രാപിച്ചിരിക്കണം. വ്യാജാത്മാവല്ല, ഡ്യൂപ്ലിക്കേറ്റ് ആത്മാവല്ല, പുറമേയുള്ള ആത്മാവ് മാത്രമല്ല, അകത്ത് വിശുദ്ധിയോടും വേർപാടോടും കൂടെ നാം ജീവിക്കുന്ന യഥാർത്ഥമായ പരിശുദ്ധാത്മാവ്. മാത്രമല്ല, നിൻ്റെ വായിൽ ഞാൻ തന്ന എൻ്റെ വചനങ്ങളും. ദൈവം നമ്മുടെ വചനം നമ്മുടെ വായിലും നമ്മുടെ ഹൃദയത്തിലും ഇരിക്കുന്നു നാം വായിക്കുന്നു. അതേ, കർത്താവ് നമുക്ക് വചനം നൽകിയിരിക്കുന്നു. ആ വചനം നാം പ്രാപിച്ചെങ്കിൽ മാത്രമേ നമ്മുടെ മക്കൾക്ക് അതൊരു അനുഗ്രഹമായി തീരത്തുള്ളൂ. ആ വചനങ്ങളും ആത്മാവും നിൻ്റെ വായിൽ നിന്നും നിൻ്റെ സന്തതിയുടെ വായിൽ നിന്നും നിൻ്റെ സന്തതിയുടെ സന്തതിയുടെ വായിൽ നിന്നും ഇന്ന് മുതൽ ഒരു നാളും വിട്ടുപോകുകയില്ല. ഈ വചനം നമുക്ക് ഏറ്റെടുക്കാം. ഇന്നു മുതൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുമെന്ന് കർത്താവ് അരുളി ചെയ്യുന്നുവല്ലോ. അതെ, ഇന്നു മുതൽ ഒരു നാളും. ആമേൻ. സ്തോത്രം, സ്തോത്രം. ഏത് കാലങ്ങൾ മാറി മറഞ്ഞാലും നമ്മുടെ തലമുറകൾ വചനത്തിനു വേണ്ടി നിലനിൽക്കട്ടെ. നമ്മുടെ തലമുറകൾ യഥാർത്ഥ അഭിഷേകം പ്രാപിച്ച് ആത്മാവിനാൽ നിറയപ്പെട്ടവരായി, ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരായി മാറട്ടെ. അതിനായി നമ്മെ തന്നെ ഓരോരുത്തരെയും ദൈവകരങ്ങളിൽ സമർപ്പിച്ചു കൊടുക്കാം. ഈ നാളുകളിൽ ദൈവസ്ഥലത്തിൽ നമുക്കതിനായി ജാഗരിക്കാം, വീട്ടുവേൽ നിൽക്കാം, കരയാം, ഉപവസിക്കാം, പ്രാർത്ഥിക്കാം, കാത്തിരിക്കാം. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം, സ്തോത്രം. ഇനി നമുക്കധികം സമയം പാഴാക്കി കളയുവാൻ ഇല്ല. കാരണം കാലം അതിൻ്റെ അന്ത്യത്തിലേക്ക് ചെന്നുകൊണ്ടിരിക്കുന്നു. തലമുറകൾ ഓരോ നാളും നശിച്ചു കൊണ്ടിരിക്കുന്നു. സ്തോത്രം. മദ്യത്തിനും മയക്കുമരുന്നിനും മറ്റ് ലൗകികപരമായ കാര്യങ്ങളിലും ഇടപെട്ട് ആൺകുഞ്ഞുങ്ങളും പെൺകുഞ്ഞുങ്ങളും ഒരുപോലെ തങ്ങളുടെ ഭാവിയെ നശിപ്പിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഈ നാളുകളിൽ ദൈവമക്കളായ നാം ഓരോരുത്തരും ദൈവസ്ഥാനത്തിൽ കാത്തിരുന്ന് ഉപവസിച്ച് കണ്ണുനീരോടെ പ്രാർത്ഥിക്കുമെങ്കിൽ നിശ്ചയമായി കർത്താവ് നമ്മെയും തൻ്റെ ആത്മാവിനാലും തൻ്റെ വചനത്താലും നിറയ്ക്കും. അതുപോലെ നമ്മുടെ തലമുറകളെയും കർത്താവ് നിറയ്ക്കും. അതെത്രയോ ശ്രേഷ്ഠകരമായൊരു അനുഭവമാണ്. ഹല്ലേലൂയ. ഈ നാളുകളിൽ അവരുടെ ഭൗതിക കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമല്ല പ്രാർത്ഥിക്കേണ്ടത്. അതേ, നമ്മുടെ ഭൗതിക കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, നമ്മുടെ ആത്മീക
അഭിവൃദ്ധിക്ക് വേണ്ടി ഈ നാളുകൾ നമുക്ക് പ്രാർത്ഥിക്കാം. അതിനായി നമുക്ക് ദൈവസന്നിധിയിൽ കാത്തിരിക്കാം. നിശ്ചയമായി എല്ലാവിധമായ നന്മകളാൽ കർത്താവ് നമ്മെ നിറയ്ക്കും. ഇന്ന് മുതൽ ഒരു നാളും ആമേൻ സ്തോത്രം, ദൈവത്തിൻ്റെ ആത്മാവും ദൈവത്തിൻ്റെ വചനവും നമ്മെ വിട്ടു പോവുകയില്ല എന്ന് കർത്താവ് വാഗ്ദത്തം നൽകിയിരിക്കുന്നു. എന്നാൽ നാം ആമേൻ സ്തോത്രം ഈ വചനത്തിലും ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ നിയന്ത്രണത്തിൽ നാം നിൽക്കുന്നില്ല എങ്കിൽ ആമേൻ പരിശുദ്ധാത്മാവ് ആമേൻ സ്തോത്രം നമ്മിൽ വസിക്കുകയില്ല. ഹല്ലേലൂയ. ആയതിനാൽ ഈ നാടുകളിൽ ദൈവത്തിൻ്റെ ബലമുള്ള കൈക്കീഴിൽ താണിരിക്കാം. ആമേൻ ഇനിയും നമുക്ക് കാത്തിരുന്ന ദൈവത്തിൻ്റെ ശക്തിയും ആ കൃപയും ആ വചനങ്ങളും ആലോചനകളും പ്രാപിക്കാം. സ്തോത്രം. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ സ്വർഗ്ഗസ്ഥ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട് നല്ല പ്രഭാതത്തിലും അങ്ങ് ഞങ്ങൾക്ക് നൽകിയ നല്ല ആലോചനയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. അതേ നാഥാ കർത്താവ്, ഞങ്ങളുടെ മേലും ഞങ്ങളുടെ സന്തതിയുടെ മേലും സന്തതിയുടെ മേലും ദൈവം ആഗ്രഹിക്കുന്ന നിലവാരത്തിലുള്ള ആത്മീക ആമേൻ സ്തോത്രം അഭിവൃദ്ധി വെളിപ്പെടട്ടെ കർത്താവെ. അതിനാൽ ഈ നാളുകൾ ഞങ്ങളെ കർത്താവെ ഞങ്ങളെ പൂർണ്ണമായി സമർപ്പിക്കുന്നു കർത്താവെ. നാളുകൾ ഞങ്ങളുടെ ആത്മാവിനാലും ഞങ്ങളുടെ വചനത്താലും ഞങ്ങളെ വീണ്ടും നിറയ്ക്കണമേ പ്രാർത്ഥിക്കുന്നു. ഇന്ന് മുതൽ ഒരു നാളും ഇത് വിട്ടുപോകലെന്ന വചനപ്രകാരം ദൈവസാന്നിധ്യം ദൈവകൃപയും ഓരോരുത്തരോടും കൂടി ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവിധമായ നന്മകളാൽ നിറച്ചാട്ടെ. പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ പിതാവേ. ആമേൻ ആമേൻ ആമേൻ. ഗുഡ് മോർണിംഗ്. ഹാവ് എ വണ്ടർഫുൾ ഡേ. മേ ഗോഡ് ബ്ലെസ് യു ഓൾ.